കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ അടക്കമുള്ള 3 പേർക്കായി തെരച്ചിൽ ഇന്ന് പുനരാരംഭിക്കാൻ പോവുകയാണ്. തെരച്ചിലിനായി ഗോവ തുറമുഖത്ത് നിന്ന് എത്തിച്ച ഡ്രഡ്ജർ ഉടൻ തന്നെ ഷിരൂരിലേക്ക് എത്തിക്കും. പുഴയിൽ നാവികസേന അടയാളപ്പെടുത്തിയ ഇടത്തെ മണ്ണും കല്ലുകളുമായിരിക്കും ഡ്രഡ്ജർ ഉപയോഗിച്ച് ആദ്യം നീക്കം ചെയ്യുക. അർജുന്റെ കുടുംബാംഗങ്ങൾ, അനിയനൊക്കെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. അവരും വലിയ പ്രതീക്ഷയിലാണ് ഇന്നുള്ളത്. 12 മണിയോടെ ഡ്രഡ്ജിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയേക്കുമെന്നാണ് ഈ കമ്പനി ഉടമ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും എല്ലാത്തിനും ഒരു ഉത്തരം തന്നെ ഇന്നോ നാളെയായിട്ട് ലഭിക്കുമെന്ന് തന്നെ കരുതുന്നു. തീർച്ചയായിട്ടും സിദ്ധരാമയ്യായിട്ട് നടത്തിയ ചർച്ച അത് പുള്ളി ഡ്രഡ്ജിങ് നടത്തും, മെഷീൻ കൊണ്ടുവരുമെന്ന് തന്നെയായിരുന്നു പറഞ്ഞു. ആ ഉറപ്പ് ഏതായാലും നടന്നിരിക്കുകയാണ്. ഈ ആദ്യഘട്ടത്തിലെല്ലാം അതെല്ലാം നമുക്കല്ല, അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പ്രതികരിക്കുന്നില്ല. പക്ഷേ ഈ ഘട്ടത്തിലൊന്നും ഇതുവരെ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച സംഭവിച്ചു എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. നമുക്ക് കരുതിയതുപോലെ തന്നെ ഡ്രഡ്ജിങ് കമ്പനി പറഞ്ഞതുപോലെ തന്നെ ആ ഷെഡ്യൂളിൽ തന്നെയാണ് അവർ വന്നുകൊണ്ടിരിക്കുന്നത്. ബിജു പങ്കജ് നമുക്കിപ്പം ഷിരൂരിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബിജു, കാലാവസ്ഥയൊക്കെ പ്രതികൂലമായതിനെ തുടർന്ന് നിർത്തിവെക്കേണ്ടി വന്ന ആ ദൗത്യം അത് നമ്മൾ പുനരാരംഭിക്കുകയാണ് ഇന്ന്. എപ്പോൾ ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് ഡ്രഡ്ജർ എത്തിക്കാൻ കഴിയും? തെരച്ചിൽ ഇതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് എപ്പോൾ തുടങ്ങാൻ കഴിയും? ആര്യ, അർജുനെ കാണാതായതിനു ശേഷം ഉള്ള 65 ദിവസം പിന്നിടുകയാണ്. അതിൽ ഇപ്പോൾ 3ാമത്തെ ദൗത്യമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഇപ്പോൾ ഇതാ ഗംഗാവലി പുഴയിൽ ആ റെയിൽവേ പാലത്തിൻ്റെ താഴെ ഡ്രഡ്ജർ എത്തിയിട്ടുണ്ട്. അവിടെ അത് വശത്ത് ഒതുക്കിയിട്ടിരിക്കുകയാണ്. അതിനുശേഷം ഇങ്ങോട്ടേക്ക് വന്ന് ഈ ലോറി ഉണ്ടെന്ന് സംശയിക്കപ്പെടുന്ന ഈ മൺകൂനയുടെ ഭാഗത്തേക്കാണ് ഡ്രഡ്ജർ എത്തുന്നത്. ഈ മണ്ണ് ഇവിടെ നിന്ന് നീക്കം ചെയ്തതിന് ശേഷം അതിനിടയിൽ ലോറി ഉണ്ടോ എന്നാണ് ആദ്യമായിട്ട് പരിശോധിക്കുന്നത്. കാരണം നേരത്തെ നാവികസേന നടത്തിയ പരിശോധനയിൽ ഈ ഭാഗത്ത് കാണാനുള്ള ഒരു സാധ്യത പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൃശ്യങ്ങളിൽ കാണുന്ന ആ റെയിൽവേ പാലത്തിനും അതുപോലെ ഈ മൺകൂനയ്ക്കും ഇടയ്ക്കുള്ള പ്രദേശങ്ങളായിരിക്കും ഡ്രഡ്ജർ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തുക. ഈ ഭാഗത്തു നിന്നാണ് മണ്ണിടിഞ്ഞ് താഴേക്ക് വന്ന് ഇവിടെയാണ് ഒരു ചായക്കട ഉണ്ടായിരുന്നത്. അതിലൂടെയാണ് ഈ ഭാഗത്തേക്ക് ലോറി ഇങ്ങോട്ടേക്ക് അർജുനുമായി വന്നതെന്നാണ് സംശയിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് ഈ റെയിൽവേ പാലത്തിനും ഈ മൺകൂനയ്ക്കും ഇടയിലുള്ള പ്രദേശങ്ങളായിരിക്കും ഡ്രഡ്ജർ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തുക. ഇന്ന് രാവിലെയാണ് അഴിമുഖത്തു നിന്ന് ഡ്രഡ്ജർ ഇങ്ങോട്ടേക്ക് ഈ ഗംഗാവലി പുഴയുടെ റെയിൽവേ പാലം കഴിഞ്ഞ് ഈ ദുരന്ത പ്രദേശത്തേക്ക് വരുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ JCB അടക്കമുള്ള സംവിധാനങ്ങളും അതോടൊപ്പം തന്നെ ഈ മണ്ണ് കോരി മാറ്റാനുള്ള മറ്റൊരു ഡ്രഡ്ജറും ഇതിനോടൊപ്പമുണ്ട്. അതോടൊപ്പം തന്നെ ഈ മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പെ, അതുപോലെ ഈ ലോറിയുടെ മനാഫ്, ബാക്കിയുള്ള അർജുൻ്റെ ബന്ധുക്കളെല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. എന്നാലും 65 ദിവസത്തിനിടയിലുള്ള 3ാമത്തെ ദൗത്യം അർജുനും അതോടൊപ്പം തന്നെ മറ്റ് 2 പേര്, ഇവിടുത്തെ 2 തദ്ദേശീയരെയും കാണാതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ 3 പേർക്കായിട്ടുള്ള തെരച്ചിൽ നടത്തുന്നത്. അതുപോലെ ഈ ലോറി കണ്ടെത്തി കഴിഞ്ഞാൽ ലോറിയുടെ ക്യാബിനുള്ളിൽ അർജുൻ ഉണ്ടാകും, അല്ലെങ്കിൽ അർജുൻ്റെ മൃതദേഹ അവശിഷ്ടങ്ങളെങ്കിലും ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷ ബന്ധുക്കൾ പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഒരുപക്ഷെ ഇതിലെ ഏറ്റവും എഫർട്ട് എടുക്കുന്ന ഒരു ദൗത്യം കൂടിയാണ്. കാരണം ആദ്യ 2 ദൗത്യങ്ങൾ ഫലം കണ്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ വരുത്തിക്കൊണ്ട് ഈ പ്രദേശം ഏതാണ്ട് 500 മീറ്ററോളം ഉണ്ട്. ഈ മൺകൂന മുതൽ ആ റെയിൽവേ പാലം വരെയുള്ള 500 മീറ്റർ പ്രദേശത്താണ് തെരച്ചിലിന് പ്രാമുഖ്യം നൽകുന്നത്. ഈ പ്രദേശത്ത് മണ്ണിനടിയിൽ ലോറി ഉണ്ടാകുമെന്നാണ് നാവികസേനയെ നേരത്തെ പരിശോധനയിൽ അവരും സംശയം പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കും ഈ പ്രദേശത്ത് തെരച്ചിൽ നടത്തുക. ഇവിടെ ഇപ്പോൾ കാലാവസ്ഥയും ഗുണകരമാണ്. പിന്നെ ആവശ്യത്തിന് ഡ്രഡ്ജിങ് നടത്താനുള്ള വെള്ളവുമുണ്ടെന്നാണ് ഈ പരിസരവാസികൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ അല്പസമയത്തിനുള്ളിൽ തന്നെ ഡ്രഡ്ജിങ് തുടങ്ങാൻ കഴിയുന്ന ഒരു പ്രതീക്ഷയാണുള്ളത്. എന്തായാലും കാലാവസ്ഥയും അനുകൂലമാണ്. 65 ദിവസത്തിനിടയിൽ 3ാമത്തെ ദൗത്യം അർജുനും ലോറിക്കും വേണ്ടിയും അതുപോലെ തന്നെ ഇവിടുത്തെ 2 തദ്ദേശീയർക്കും വേണ്ടിയും നടക്കുന്നത്. ഇവിടുത്തെ 2 MLA മാർ, സതീഷ് വെയിൽ, അതുപോലെ മറ്റൊരു MLA, അതുപോലെ ഇവിടെ നിന്നുള്ള ഇതിൻ്റെ ചുമതലയുള്ള മന്ത്രി, ഇവരുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിൻ്റെ ഡ്രഡ്ജിങ്ങിൻ്റെ ചിലവുകളൊക്കെ അവരുടെ ഫണ്ടിൽ നിന്നാണ് പോകുന്നത്. ഇതുവരെ 95 ലക്ഷത്തോളം രൂപ സർക്കാർ ഇവിടെ ഈ തെരച്ചിലിന് വേണ്ടി, ദുരന്ത സ്ഥലത്തിന് ശേഷമുള്ള തെരച്ചിലിന് വേണ്ടി നടത്തിയെന്നാണ് അവർ പുറത്തുവിട്ടിരിക്കുന്ന കണക്കിൽ പറയുന്നത്. ഇന്നിപ്പോൾ 2 MLA മാരുടെയും ഇത് പ്രദേശത്തിൻ്റെ ചുമതലയുള്ള മന്ത്രിയുടെയും
ചെലവുകളിൽ നിന്നാണ്, അവരുടെ MLA ഫണ്ട് അടക്കമുള്ളവയിൽ നിന്നാണ് ഈ തെരച്ചിലിനുള്ള ചെലവുകൾ സർക്കാർ വഹിക്കുന്നത്. എന്തായാലും ഡ്രഡ്ജർ തയ്യാറായി കഴിഞ്ഞു. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ മൺകൂന കിടക്കുന്ന ഈ പ്രദേശത്തേക്ക് ഡ്രഡ്ജിങ്ങിനായി ഡ്രഡ്ജറുകൾ എത്തും. ആര്യ, നമ്മൾ നേരത്തെ അർജുന്റെ സഹോദരന്റെ പ്രതികരണം കേട്ടിരുന്നു. അവർക്കും ഒരു ആ പ്രതീക്ഷ എന്ന് പറയാൻ കഴിയില്ല. കാരണം എന്ത് സംഭവിച്ചു എന്ന് അറിയണമല്ലോ ആ കുടുംബത്തിന്. അർജുൻ എവിടെയുണ്ട്, ആ ഒരു മറുപടി അവർ കാത്തിരിക്കുകയാണ്. അവരും അവിടെ ഇല്ലേ? അവരോട് സംസാരിച്ചിരുന്നോ ബിജു? തീർച്ചയായിട്ടും അവർ ഈ ലോറി കണ്ടെത്തുക എന്നുള്ളതാണ് അവരുടെ ഒരു പ്രധാനം. അവരിപ്പോഴും വിശ്വസിക്കുന്നത് അർജുനായി ഇരുന്നിരിപ്പിൽ ലോറിയുടെ ക്യാബിനുള്ളിൽ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. അങ്ങനെയെങ്കിൽ ആ മൃതദേഹ അവശിഷ്ടം എങ്കിലും കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ്. നമുക്കറിയാം, വയനാട്ടിലൊക്കെ കിടന്ന ഓരോ ദുരന്തം ഉണ്ടാകുമ്പോഴും അവരുടെ അവരുടെ മൃതദേഹ അവശിഷ്ടമെങ്കിലും കിട്ടുക എന്നുള്ളത് ബന്ധുക്കളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹവും അവകാശവും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ലോറി എങ്ങനെയെങ്കിലും കണ്ടെത്തുക. അങ്ങനെയെങ്കിൽ ക്യാബിനുള്ളിൽ നിന്ന് അർജുൻ രക്ഷപ്പെടാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് ക്യാബിനുള്ളിൽ തന്നെ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയാണ് അവർ പ്രകടിപ്പിക്കുന്നത്. ഈ തെരച്ചിലിൻ്റെ ലക്ഷ്യവും അതുതന്നെയാണ്. കാരണം ഒരു മൃതദേഹാവശിഷ്ടമൊക്കെ ഇനി കണ്ടെത്തുക എന്ന് പറയുന്നത് ഇനി അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഇത്രയും 65 ദിവസത്തോളമായി. അതുകൊണ്ട് തന്നെ ലോറി കണ്ടെത്തുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ഈ തെരച്ചിലിൻ്റെ പ്രധാന ലക്ഷ്യം അത് തന്നെയാണ്. കാരണം ഈ മൺകൂനയ്ക്കും അതുപോലെ ആ റെയിൽവേ പാലത്തിനും ഇടയിലുള്ള ഈ 500 മീറ്ററിൽ ലോറി ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ബന്ധുക്കൾക്കും അതുപോലെ നേരത്തെ ഇവിടെ പരിശോധന നടത്തിയ വിവിധ നാവികസേന അടക്കമുള്ള ഏജൻസികളും പറയുന്നത്. അതുകൊണ്ട് തന്നെ ലോറി കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം ഈ തെരച്ചിലിൻ്റെ. ആര്യ, ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഡ്രഡ്ജർ ഇപ്പോൾ ഒരു സമീപത്തേക്ക് ഒതുക്കിയിട്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ അതിൻ്റെ കാരണം ഈ റെയിൽവേ പാലത്തിൻ്റെ അടിയിൽ കൂടെയൊക്കെ വരുന്നത് കൊണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട എക്യുപ്മെൻ്റൊക്കെ ഉയരമുള്ള ഭാഗമൊക്കെ അഴിച്ചു വെച്ചിരിക്കുകയാണ്. അത് സെറ്റ് ചെയ്തതിനുള്ള ഒരു കാലതാമസമാണ് ഇനി ഉണ്ടാകുന്നത്. അത് സെറ്റ് ചെയ്തതിന് ശേഷം ഇങ്ങോട്ടേക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ ഡ്രഡ്ജിങ് ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.